ഇന്നലെ ജാസ്മിൻ ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഗബ്രി ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പ്രാക്ടിക്കലി നമുക്ക് പറ്റില്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള ആളാണ് ഞാൻ. പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടി ഞാൻ അത്രയും പോകാൻ തയ്യാറാണ്. പക്ഷേ പ്രണയത്തേക്കാൾ ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നീ ഇത് ആരെയാ ഗബ്രി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ഗബ്രി പറയുന്നത് എന്നെയും നിന്നെയും എന്നാണ്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഗബ്രി ഞാനല്ല ഇതൊന്നും കൊണ്ടുവന്നത്, ഞാനല്ല എൻ്റെ മനസ്സിലിട്ടത്, എല്ലാം തുടങ്ങിയത് നീയാണ് എന്ന് ഇന്നലെ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിന്നോട് കെഞ്ചുന്നത് പോലെയാണ് ഗബ്രി എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് എന്നോട് തന്നെ നാണക്കേട് തോന്നുകയാണ് ഗബ്രി. ഇതെല്ലാം പുറത്തു പോകുന്നത് ആലോചിക്കുമ്പം ഞാൻ തകർന്നു പോവുകയാണ് ഗബ്രി എന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഈ സംഭാഷണമെല്ലാം ഷൂട്ട് ചെയ്യപ്പെടുകയാണെന്നും ഇത് ചിലപ്പോൾ എയർ ചെയ്യപ്പെട്ടേക്കാമെന്നും അവർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ലജ്ജയോടെയാണ് താൻ ഇതൊക്കെ പറയുന്നത് എന്നാണ് ജാസ്മിൻ പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടി ജാസ്മിൻ പറയുന്നുണ്ട്, ഇത് പ്രണയമെന്ന നിലയിലേക്ക് തുടങ്ങി വെച്ചത് ഗബ്രിയാണ് എന്നാണ് പരോക്ഷമായിട്ട് ജാസ്മിൻ പറയുന്നത്. അതായത് ഗബ്രിയാണ് മനസ്സിൽ ഇട്ടുകൊടുത്തത് പ്രണയത്തിൻ്റെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ സീരിയസ് ആയി, എനിക്ക് നിന്നെ ഇപ്പോൾ പ്രണയമാണ് നിന്നോട്. ആ പ്രണയം തുറന്ന് പ്രകടിപ്പിക്കാൻ തുടങ്ങുകയാണ് ജാസ്മിൻ. അപ്പോൾ പിടികൊടുക്കാതെ വഴുതി മാറുകയാണ് ഗബ്രി.